ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിൽ ബാഴ്സ 7-6 അഗ്രിഗേറ്റിൽ തോറ്റു. ഈ ഒരു മാച്ചിൽ ബാഴ്സ അത്യാവശ്യം നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. ആൻഡ് ഹാൻസ് ഫ്ലിക്കിനോട് വലിയൊരു താങ്ക്സും പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാഴ്സയുടെ ജേർണി എല്ലാവർക്കും അറിയാം. ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ തന്നെ പുറത്താകേണ്ടി വന്നു. ബാഴ്സക്കാണെങ്കിൽ കുറേ ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ചാവി ആണെങ്കിൽ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞു, ഈ ഒരു ബാഴ്സയെ കൊണ്ട് ഇനി ഒന്നും നേടാൻ പറ്റത്തില്ല. റയലായിരിക്കും ഇനി ഭരിക്കുക. അവിടെയാണ് ഹാൻസ് ഫ്ലിക്ക് വന്നിട്ട് ഈ ഒരു ടീമിനെ, അതും വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടീമിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അതുമാത്രമല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ്, കംബാക്ക് നടത്താനുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഈ ഒരു ടീമിനുണ്ട് എന്ന് കാണിച്ചു തന്നത് ഹാൻസ് ഫ്ലിക്കാണ്. അതിന് വലിയൊരു താങ്ക്സ് ഹാൻസ് ഫ്ലിക്ക്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി സ്റ്റാർട്ടിംഗ് ലെവലിൽ വരും. അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ബാക്ക് ലൈൻ എന്ന് പറയുന്നത് അറോഹോ, കുബാർസി, നിഗോ മാർട്ടിനസ്, അതേപോലെ തന്നെ ക്രിസ്റ്റൻസൺ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളായിരുന്നു. പക്ഷേ മാച്ചിലേക്ക് വന്നപ്പോൾ ഹാൻസ് ഫ്ലിക്ക് ആണെങ്കിൽ ജെറാഡ് മാർട്ടിനെ ട്രസ്റ്റ് ചെയ്ത് ഇറക്കി, എറിക് ഗാർസിയ ഇറക്കി. ബാക്ക് ലൈനിൽ കുബാർസിയും അതുപോലെ തന്നെ ഇനിഗോ ആണ് ഉണ്ടായത്. മിഡ്ഫീൽഡിലാണെങ്കിൽ ഫ്രാങ്ക് ഡിയോങ്, പെദ്രി, അതേപോലെ തന്നെ ഡാനി ഓൾമോ. അറ്റാക്കിലാണെങ്കിൽ റഫീനിയ, ഫറാൻ, അതേപോലെ തന്നെ ലമീൻ യമാൽ. അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാഴ്സ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിതം കണ്ടെത്താൻ കുറേ അധികം കഷ്ടപ്പെട്ടു. കാരണം ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രഷർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പ്രഷർ ഉള്ളതുകൊണ്ട് നമ്മുടെ ടീമിൻ്റെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് വൺ ഷോക്ക് ആയിരുന്നു. കുറേ താരങ്ങൾ മിഡായിട്ടാണ് പെർഫോം ചെയ്തത്. റഫീനി ആയിക്കോട്ടെ, ഫ്രാങ്ക് ഡിയോങ് ആയിക്കോട്ടെ, ഡാനി ഓൾമോ ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസ് എല്ലാം വൺ ഷോക്ക് ആയിരുന്നു. എനിക്ക് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വൺ ഷോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇപ്പോൾ ബാഴ്സ കൺസിഡർ ചെയ്ത ആദ്യത്തെ ഗോൾ അതിൽ ഡാനി ഓൾമോയുടെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രാങ്ക് ഡിയോങ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വിട്ട് വരികയും ആ ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഒപ്പോണന്റ് ടീം ഗോൾ നേടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഒരു രീതിയിലുള്ള അവയർനെസ് മുന്നോട്ട് വെക്കാതെ പെർഫോം ചെയ്ത സിനാരിയോ ആയിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാഴ്സക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇന്റർ മിലാൻ്റെ താരം കൈകൊണ്ട് ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിനാരിയോ. അപ്പോൾ അവിടെ പെദ്രിയൊക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് റഫറിയോട് പറയുന്നുണ്ട് അത് പൊട്ടൻഷ്യൽ പെനാൽറ്റി ആണ് എന്നൊക്കെ. പക്ഷേ റഫറി അത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതായത് റഫറി അത് അപ്പം തന്നെ ഇഗ്നോർ ചെയ്ത് വിട്ടു. ലാസ്റ്റ് വാർ റഫറിയോട് ചോദിച്ചു. വാർ റഫറിയോട് ചോദിച്ച സ്പ്ലിറ്റ് സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ലഭിച്ചു. ശരിക്കും വാർ റഫറി പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി വേണ്ട പുറത്ത് വാറിൻ്റെ ഫുട്ടേജ് ശ്രദ്ധിക്കണമായിരുന്നു. കാണാലോ, അത് ഇദ്ദേഹം ചെക്കാൻ നിന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുബാർസി ഈ ഒരു ലൗട്ടാറോയുടെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആയിട്ടുള്ള ടാക്കിളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അർസൻ വെങ്കർ വരെ രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കുബാർസി നടത്തിയ ടാക്കിൾ ക്ലീൻ ആയിട്ടുള്ള ടാക്കിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൗട്ടാറോ എന്ന് പറയുന്ന വ്യക്തി കുബാർസീനെ ടാർച്ച് ചെയ്താണ് നിന്നത്. അതായത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ആ ഒരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ ഒരു ലൗട്ടാറോ കുബാർസിലേക്ക് വീഴുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടായത്. എന്തായാലും കുബാർസി ക്ലീൻ ആയിട്ടുള്ള ടാക്കിളാണ് നടത്തിയതെന്നൊക്കെ ആർസൻ വെങ്കർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ റഫറി അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് പെനാൽറ്റി കൊടുത്തു. പെനാൽറ്റി കൊടുക്കാൻ എങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഒരു സിനാറിയോ ഇഗ്നോർ ചെയ്ത് അദ്ദേഹം പോയി. ആ ഒരു ടൈമിലാണ് ലൗട്ടാറോ വേദന കൊണ്ട് അവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീൻ വരുന്നത്. അപ്പോഴേക്കും വാർ റഫറി മെയിൻ റഫറിയോട് ഇൻഫോം ചെയ്യാണ്, ഒന്ന് ആ ഒരു ഫുട്ടേജ് ഒന്ന് റിവാച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തോ. വാർ റഫറി പോലും പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുത്തില്ല. പകരം മെയിൻ റഫറി ഡിസിഷൻ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ആ വാർ ഫുട്ടേജ് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഹാൻസ് ഫ്ലിക്ക് പറഞ്ഞത് രണ്ട് ടീമിന് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന്. കാരണം ബാഴ്സക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ വരുന്ന സമയത്ത് വാർ റഫറി ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. മെയിൻ റഫറി ആ ഫുട്ടേജ് പോലും കാണണ്ട. പക്ഷേ ഇന്റർ മിലാൻ്റെ സീൻ വരുമ്പോൾ വാർ റഫറിക്ക് ഡിസിഷൻ പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്നില്ല. മെയിൻ റഫറി തന്നെ ഫുട്ടേജ് കണ്ടിട്ട് ഡിസിഷൻ എടുത്തു എന്ന ഒരു രീതിയിലാണ് ഈ ഒരു മാച്ച് ഉള്ളത്. മാച്ച് ശരിക്കും പറഞ്ഞാൽ ആ പാറ്റേണിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് 2-0 ആ ഒരു ലീഡോട് കൂടി ഇന്റർ മിലാൻ നിൽക്കുന്ന ഒരു സിനാരിയാണ് കാണാനിടയുണ്ടായത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഹാൻസ് ഫ്ലിക്ക് ഒരു രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയില്ല. ശരിക്കും എല്ലാവരും കാണാൻ ആഗ്രഹിച്ചത് ഒരു ചേഞ്ച് ആയിരുന്നു. ഫെർമിൻ വരണം, അതേപോലെ തന്നെ ഈ ഒരു ഡിഫൻസിൽ ചേഞ്ചസ് വരുത്തണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫാൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും ഹാൻസ് ഫ്ലിക്ക് ഒരു ചേഞ്ച് വരുത്താൻ താല്പര്യപ്പെട്ടില്ല. പകരം ആ ടീമിനെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ആരാണ് ഇറങ്ങിയത് അവരെ വെച്ചിട്ട് തന്നെ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നു. പതിയെ ബാസ ട്രാക്കിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ജെറാഡ് മാർട്ടിൻ്റെ അസിസ്റ്റിൽ ബാസ ഒരു ഗോൾ നേടി. ഈ ഒരു എറിക് ഗാർസിയാണ് ഒരു ഹെഡർ ഗോൾ നേടി തന്നത്. കിഡിലനായിട്ടുള്ള ഒരു ഗോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ജെറാഡ് മാർട്ടിൻ്റെ അസിസ്റ്റിൽ ഡാനി ഓൾമോ ഒരു ഹെഡർ ഗോൾ നേടി. കിഡിലനായിട്ടുള്ള ഒരു ഹെഡർ ഗോളായിരുന്നു. അങ്ങനെ ബാസ 2-2 സമനില നേടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാസ പ്ലേയേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ ഫൗൾസും ടാക്കിൾസിനും ഈ റഫറി ഫൗൾ വിളിക്കുന്നില്ല. പകരം മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോണന്റ് പ്ലേയേഴ്സിന് കിട്ടേണ്ട കുറേ യെല്ലോ കാർഡ്സ് ഒക്കെ ഈ റഫറി ഇഗ്നോർ ചെയ്ത് വിടുക. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഈ ഒരു ലമീൻ യമാൽ ബോൾ എടുത്ത് ഒപ്പോണന്റ് ബോക്സിൻ്റെ പെനാൽറ്റി ബോക്സിലേക്ക് എത്തിയപ്പോഴേക്കും വിക്കറ്റ് ബാക്കിൽ നിന്ന് ഫൗൾ ചെയ്തു. ആ ഫൗൾ എന്ന് പറയുന്നത് പക്ക യെല്ലോ കാർഡും അതേപോലെ തന്നെ പെനാൽറ്റിയാണ്. പക്ഷേ ഇത് രണ്ടും റഫറി കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? അതുമാത്രമല്ല ആ ഒരു ടാക്കിൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് ടാക്കിൾ ഈ ഒരു ലെമിനായിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. പക്ഷേ ലെമിൻ അത് ഇഗ്നോർ ചെയ്തിട്ട് സെക്കൻഡ് ടാക്കിളിലാണ് പ്ലെയർ വീഴുന്നത്. കാരണം സെക്കൻഡ് ടാക്കിൾ ബോക്സിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് പ്ലെയർ സെക്കൻഡ് ടാക്കിൾ വീഴാൻ റെഡി ആവുന്നത്. പക്ഷേ വാർ റഫറി ഫസ്റ്റ് ടാക്കിളിൽ വീഴാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടും വരുത്തി തീർത്ത് ഫ്രീ കിക്ക് കൊടുത്തു. എന്നാൽ മെയിൻ റഫറി ഈ വാർ റഫറി പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണ്ടേ. കാരണം ലൗട്ടാറിൻ്റെ കേസിൽ വരെ മനസ്സ് കാണിച്ച ആൾ ഈ കാര്യത്തിൽ മനസ്സ് കാണിച്ചില്ല. വാർ റഫറി പറഞ്ഞതാ സത്യം എന്ന് പറഞ്ഞിട്ട് ആ ഫുട്ടേജ് പോലും നോക്കാണ്ട് പ്ലേയേഴ്സിനോട് പറയുകയാണ് ചെറിയ ഡിഫറൻസിൽ ഈ ഒരു പെനാൽറ്റി നഷ്ടപ്പെട്ടു എന്ന്. വാർ റഫറി പറഞ്ഞതിന് പുറത്ത് മെയിൻ റഫറി ശരിക്കും പ്രോപ്പറായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. വാർ റഫറി പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസ് ഒക്കെ മെയിൻ റഫറി
വാർ ഫുട്ടേജ് കാണണമായിരുന്നു. കാരണം സെക്കൻഡ് ടാക്കിളിലാണ് ലെമിൻ വീഴുന്നത്. ഫസ്റ്റ് ടാക്കിളിലല്ല. ഫസ്റ്റ് ടാക്കിൾ നടന്നിട്ടും പ്ലെയർ ബോൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സെക്കൻഡ് ടാക്കിളിൽ മിക്കറ്റാരും ബാക്കിൽ നിന്നും ലെമിൻ്റെ ബൂട്ടിൽ കോൺടാക്ട് വരുന്നതുകൊണ്ടാണ് അവിടെ പെനാൽറ്റി വേണ്ടത്. തന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ തന്നെ ബാസ്റ്റോണി എന്ന് പറയുന്ന താരം ലെമീനെ ഷർട്ട് പിടിച്ച് പുഷ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും പെനാൽറ്റിയാണ്. തന്നില്ല. ഇവിടെ വാർ ഇൻ്റർഫിയർ ചെയ്തില്ല. അത് ലെമിൻ്റെ മിസ്റ്റേക്കായിട്ട് വരുത്തി തീർത്തു. അപ്പോൾ ഈ മാച്ചിലെ റഫറി നല്ല ബയസ്ഡ് ആയിരുന്നു. ഇത് ഞാൻ തമാശക്ക് പറയല്ല. സിൻസിയറായിട്ട് പറയാം. നല്ല ബയസ്ഡ് ആയിരുന്നു. കാരണം കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിൽ ഇന്റർ മിലാനിന് ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടാവും. കാരണം മിക്കറ്റാരിന് ഓൾറെഡി യെല്ലോ കാർഡ് ഉണ്ട്. ആ ഒരു പ്ലെയറിന് സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടിയിട്ട് പോകേണ്ട ഒരു സിനാരിയോ ഉണ്ടാവുമായിരുന്നു ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം ബാസ ഡിസേർവ് ചെയ്യുന്ന 2-3 പെനാൽറ്റീസ് ഈ റഫറി കാരണം പോയി. ലെമിൻ്റെ നേരെയുള്ള 2 പെനാൽറ്റിയും അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ലഭിക്കേണ്ട ഒരു പെനാൽറ്റി. 3 പെനാൽറ്റി ഈ റഫറി കാരണമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്നിട്ടും ബാസ മൂന്നാമത്തെ ഗോൾ നേടി. റഫറിയിലൂടെയാണ് ആ ഒരു ഗോൾ നേടുന്നത്. കിടിലനായിട്ടുള്ള ഒരു ഗോളാണ്. ഞാൻ വിചാരിച്ചത് ബാസ ഇനി അങ്ങോട്ട് ഈ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡംഫ്രീസ് ഈ ഒരു ജെറാർഡ് മാർട്ടിനെ ഫൗൾ ചെയ്യുന്നത്. എന്നിട്ട് ഡംഫ്രീസ് ആ ബോൾ എടുത്ത് അഡ്വാൻസിലേക്ക് പോകുന്നു, ഒരു ക്രോസ് ഇടുന്നു. ബോക്സിലാണെങ്കിൽ അറോഹോ, ഫ്രാങ്ക് ഡിയോങ് അതേപോലെ തന്നെ ഇന്റർ മിലാനിൻ്റെ താരം. അപ്പോൾ ഡംഫ്രീസ് നടത്തിയിരിക്കുന്ന ക്രോസ് ഇന്റർ മിലാനിൻ്റെ താരത്തിന് പക്കയായിട്ട് ലഭിക്കുന്നു. അദ്ദേഹം ഷൂട്ട് ചെയ്ത് ഗോളാക്കി മാറ്റുന്നു. ഇവിടെ അറോഹോ സിറ്റുവേഷൻ കണക്കായിട്ട് സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു ബോൾ ക്ലിയറൻസ് നടത്തണമായിരുന്നു. ഇനി അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ ആ ഒരു പ്ലെയറെ നല്ല രീതിയിൽ ലോക്ക് ചെയ്യണമായിരുന്നു. അതൊന്നും അറോഹോ ചെയ്തില്ല. ഈ ഒരു മത്സരത്തിൽ വാറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അറോഹോ ചെയ്യേണ്ട ബേസിക് കാര്യം ആദ്യം ചെയ്ത് വെക്കണമായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നത്. ചെയ്ത് ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിൽ ഉറപ്പ് പറയാം ആ ഒരു ജെറാർഡ് മാർട്ടിൻ്റെ സിനാരിയോ ഫൗൾ എന്ന് വിളിച്ചിട്ട് ആടുന്ന മാച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേനെ. ഇതാ പറഞ്ഞത് സിറ്റുവേഷനൊക്കെ ആയിട്ട് പ്ലേയേഴ്സ് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കും. പക്ഷേ പ്ലേയേഴ്സ് സ്റ്റെപ്പ് ആവുന്നില്ല. ഇത് അറോഹയുടെ ഭാഗത്ത് ഇന്നോ ഇന്നലെ തുടങ്ങിയതുമല്ല. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം PSG മാച്ചിൽ മാത്രമല്ല, അതിന് മുൻപ് നടന്നിട്ടുള്ള സൂപ്പർ കപ്പ് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ശരിയാണ് അറോഹോ എന്ന് പറയുന്ന പ്ലെയർ ചില മാച്ചിൽ സോളിഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ബിഗ് മാച്ചിൽ പ്ലെയർ ക്രംബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലെയർ സിറ്റുവേഷനൊക്കെ ആയിട്ട് സ്റ്റെപ്പ് ആവണം. സ്റ്റെപ്പ് ആയാലേ കാര്യമുള്ളൂ. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. ഈ ഒരു മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ട് തന്നെ നമുക്ക് ഫൈനലിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. അറോഹോ പക്കയായിട്ട് നിന്നിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ടി വന്നു. എക്സ്ട്രാ ടൈമിലാണെങ്കിൽ നമ്മളൊരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നു. അതിൽ കുബാർസിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കുബാർസിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അറോഹോ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അറോഹോ സ്റ്റെപ്പ് ആയില്ല. അറോഹോ ആ സിറ്റുവേഷനിൽ കൊളാക്കി കൊടുക്കുകയാണ് ചെയ്തത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറോഹോ എന്ന് പറയുന്ന താരം സൂപ്പർ സബായിട്ട് വന്നത് വൻ ഷോയായി പോയി. ശരിക്കും ആ ഒരു സ്ഥാനത്ത് ക്രിസ്ത്യൻസനാണ് വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു മാച്ച് ഈ ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇഞ്ചുറി ഇല്ലാതെ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ മാച്ച് ഷുവറായിട്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈം പോലും വേണ്ട നമ്മൾ മാച്ച് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും വിഷമമുണ്ട് ഈ ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഫൗൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ UCL ഫൈനലിലേക്ക് എത്തുക, ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കുക. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നടക്കാതെ നിൽക്കുമ്പോൾ എന്തൊരു വിഷമമുണ്ടെന്ന് അറിയാം. കാരണം ഇവിടം വരെ എത്തി, നല്ലൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തി. എന്നിട്ട് ഒരു പ്ലെയർ കാരണം ആ മൊത്തം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. ഇപ്പോൾ ഈ മാച്ചിൽ നമ്മൾ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് തോൽക്കുന്നതെങ്കിലും ഞാൻ ഒരിക്കലും ഇത്ര വലിയ രീതിയിൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ലായിരുന്നു. ഇത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇവിടം വരെ എത്തി. നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ബാസ് കാഴ്ചവെക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ 10 വർഷമായിട്ട് ബാസ് ഈ ലെവലിലുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ചു എന്ന്. അപ്പോൾ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് ഇത്രയും നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാച്ച് തോൽക്കുന്നതെന്ന് പറയുമ്പോൾ, അതൊരു പ്ലെയർ കാരണം തോൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് പറയാണ് അറോഹനെ നെക്സ്റ്റ് സമ്മറിൽ സെൽ ചെയ്തേക്കുക. കാരണം ഈ ഒരു പ്ലെയറിന് ബിഗ് മാച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എൽ ക്ലാസിക്കോ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിന് എന്തൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ബിഗ് മാച്ചസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയർ ഷോക, വൻ ഷോക, ടു ബി ഓണസ്റ്റ്. അതുകൊണ്ട് പറയുകയാണ് നെക്സ്റ്റ് സമ്മറിൽ ഈ ഒരു പ്ലെയർ സെൽ ചെയ്യുക. താഹറ്റ് ഫ്രീ ഏജൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു പ്ലെയറെ വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സീസണിൽ സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കാം. നെക്സ്റ്റ് സീസണിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെയായിരിക്കും റിസൾട്ട്. ഞാൻ ഗ്യാരണ്ടി ഇട്ടുതരാം. അറോഹോ, ടെർ സ്റ്റെഗൻ, ഫ്രാങ്കി ഡിയോങ് അതേപോലെ തന്നെ ഷെസ്നി ഇവരൊക്കെ നെക്സ്റ്റ് സമ്മറിൽ നമ്മൾ ഒഴിവാക്കി വിടേണ്ട പ്ലെയേഴ്സാണ്. നിങ്ങൾ പല ആൾക്കാരും ഫ്രാങ്കി ഡിയോങ്ങിനെ തൊട്ട് പറയുമ്പോൾ പൊളിയായിരിക്കും. ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്ക് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാസിനെയാണ്. ഈ മാച്ചിൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫ്രാങ്കി ഡിയോങ് അത്ര ഷോ ആയിരുന്നു. ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഇൻറ്റൻഷൻ ഒക്കെ നല്ല തന്നെ. അതായത് ഓപ്പൺ പ്ലെയറിനെ ഔട്ട് ഓഫ് പൊസിഷനിലാക്കി എന്നിട്ട് ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. ബുസ്കറ്റ്സ് ആണ് ആ റൂളെങ്കിൽ കൂളായിട്ട് കൈകാര്യം ചെയ്യും. അത് എവിടെ വേണമെങ്കിലും എഴുതി തരാൻ പറ്റും. പക്ഷേ ഫ്രാങ്കി ഡിയോങ്ങിന് അത് പറ്റുന്നില്ല. എന്നിട്ടോ ഫ്രാങ്കി ഡിയോങ് അത് റിപ്പീറ്റഡ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുന്നു. നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഇതാണ് ഈ മാച്ചിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് മെച്ചപ്പെട്ട് പെർഫോം ചെയ്തു. ഇല്ല ഞാൻ പറയുന്നില്ല. കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ പ്ലെയർ മിഡ് തന്നെയാണ്. അതുമാത്രമല്ല ഈ ഒരു ടീമിൻ്റെ മൊമെൻറ്റ് എത്ര തവണ പ്ലെയർ സ്ലോ ആക്കിയെന്ന് അറിയും. ക്വിക്കായിട്ട് ട്രാൻസിഷൻ നടത്തേണ്ട സമയത്തോ അല്ലെങ്കിൽ ക്വിക്കായിട്ട് ബോൾ മൂവ്മെൻറ്റ് നടത്തേണ്ട സമയത്തൊക്കെ ഫ്രാങ്കി ഡിയോങ് ടീമിൻ്റെ പേസ് ഡൗൺ ആക്കി കൊടുക്കുക. നമ്മൾ ലീഡ് നേടി കഴിഞ്ഞിട്ടാണ് ഫ്രാങ്കി ഡിയോങ്ങിനെ പോലത്തെ പ്ലെയറെ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം. അതായത് നമ്മൾ ലീഡ് നേടി ഫ്രാങ്കി ഡിയോങ് വന്നു, നമുക്ക് പ്രശ്നമില്ല. കാരണം പ്ലെയർ എന്തായാലും ആ മാച്ച് സ്ലോ ഡൗൺ ചെയ്യും. അത് നമുക്ക് ഗുണം. പക്ഷേ നമ്മൾ ഒരു ഗോളിൽ ബാക്കിൽ എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഈക്വലൈസർ നേടുന്ന സമയത്ത് പ്ലെയറും കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ട, അത് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാച്ചിൽ വലിയ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തേനെ. ഞാൻ തമാശ പറയില്ല. പ്ലെയറിൻ്റെ ബോൾ ക്യാരിങ് എബിലിറ്റീനെ എൻഹാൻസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർണൽ ഡിഫൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ബെറ്റർ റിസൾട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതല്ല. ഞാൻ ജെന്യൂൻലി പറയാം.
ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ പ്ലെയർ ഇന്നേ വരെ ബാസി കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർനാഷണൽ കൂളായിട്ട് വിൻ ചെയ്യാൻ പറ്റും. ഞാൻ തമാശ പറയാം. എന്തായാലും ശരി, ഈ വരുന്ന സമ്മറിൽ പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. പ്ലെയർ ക്ലബ്ബ് വിട്ട് പോയി കഴിഞ്ഞാൽ ആ പോയ ക്ലബ്ബിൽ പ്ലെയറിൻ്റെ പെർഫോമൻസ് കണ്ടോ, ബാസി ഇന്നുവരെ കാണാത്ത ഫ്രാങ്കി ഡിയോങ് പെർഫോമൻസ് കാണാൻ പറ്റും. കാരണം ആ ടീമിന് വേണ്ടിയിട്ട് പ്ലെയർ 100% മുന്നോട്ട് വെക്കും. ഇപ്പോൾ ഡെമ്പele PSG പോയിട്ടില്ല. ബാസിൽ ഇന്നലെ കാണാത്ത ഒരു പെർഫോമൻസാണ് പ്ലെയർ ഇപ്പോൾ PSG കാഴ്ചവെക്കുന്നത്. അതേ ലെവൽ, ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഫ്രാങ്ക് ഡിയോങ് പെർഫോം ചെയ്യും. എന്തായാലും ശരി, എനിക്ക് ഒന്നേ പറയുള്ളൂ, നെക്സ്റ്റ് സമ്മറിൽ ബാസ വലിയൊരു ഷിഫ്റ്റ് നടത്തിയിരിക്കണം. അതായത് കുറേ പ്ലേയേഴ്സിനെ ഒഴിവാക്കിയിട്ട് ലാമാസിൽ നിന്നും പ്ലേയേഴ്സിനെ പ്രൊമോട്ടും ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ജോൺ ഗാർസിനെ പോലത്തെ ഗോൾ കീപ്പർ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നടന്നാലല്ലേ നമുക്ക് വലിയ ചരിത്രം ഉണ്ടാക്കാം അടുത്ത വർഷം. അതായത് അടുത്ത വർഷത്തെ UCL നമുക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ട്രബിൾ വരെ നേടാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, താങ്ക് യു ഹാൻസ് ഫ്ലിക്ക്. അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ജേർണി നടത്താൻ പറ്റിയത്. അപ്പോൾ നെക്സ്റ്റ് സീസണിൽ കുറേ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ബാസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. UCL ആയിരിക്കും തന്നെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.